ഒരു നഗരത്തിൽ പ്രശസ്തനായ ഒരു ചിത്രകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചിത്ര പ്രദർശനം കാണാൻ ആയിരക്കണക്കിന് ആളുകൾ വരാറുണ്ടായിരുന്നു. അവൾ തന്റെ പെയിന്റിങ്ങിനെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നത് കണ്ട് ചിത്രകാരൻ ചിത്രത്തിന് താഴെ ഇങ്ങനെ എഴുതി കുറിച്ചു: പെയിന്റിങ്ങിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തിയാൽ അത് മാർക്ക് ചെയ്യുക. പിന്നീട് അയാൾ വൈകുന്നേരം വന്ന് നോക്കിയപ്പോൾ തന്റെ പെയിന്റിംഗ് മുഴുവൻ തിരുത്തലുകളായിരുന്നു. അയാൾ ആകെ നിരാശനായി. ആളുകൾ പരസ്പരം അയാളുടെ പെയിന്റിങ്ങിനെ കുറ്റം പറയാൻ തുടങ്ങി. ഇത് കണ്ട് അയാൾ വളരെ സങ്കടത്തോടെ പെയിന്റിംഗ് എടുത്ത് വീട്ടിലേക്ക് മടങ്ങി. ഒരു ദിവസം അയാളെ കാണാൻ അയാളുടെ സുഹൃത്ത് വീട്ടിലേക്ക് വന്നു. ശേഷം അയാളോട് പറഞ്ഞു: നിങ്ങൾ ഒരിക്കൽ കൂടി ആ കവലയിൽ നിങ്ങൾ വരച്ച പെയിന്റിംഗ് കൊണ്ടുവയ്ക്കണം. സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരിക്കൽ കൂടി അയാൾ വരച്ച പെയിന്റിംഗ് കവലയിൽ കൊണ്ടുവച്ചു. അതേ അടിക്കുറിപ്പുമായി തന്നെയാണ് അയാൾ പെയിന്റിംഗ് വെച്ചത്. പെയിന്റിംഗിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയാൽ അത് തിരുത്തുക. ശേഷം അവനും അവന്റെ സുഹൃത്തും വീട്ടിലേക്ക് മടങ്ങി. വൈകുന്നേരമായപ്പോൾ ചിത്രകാരനും സുഹൃത്തും പെയിന്റിംഗ് പരിശോധിക്കാൻ കവലയിലേക്ക് മടങ്ങി. എന്നാൽ പെയിന്റിംഗിൽ ഒരു മാറ്റവും ആരും തന്നെ വരുത്തിയതായി കാണാൻ കഴിഞ്ഞില്ല. ചിത്രം അതേപടി തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തിന് താഴെ ഒരു അടിക്കുറിപ്പുണ്ടായിരുന്നു. അത് ആ ചിത്രകാരൻ ശ്രദ്ധിച്ചു. മറ്റുള്ളവരുടെ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ അനാവശ്യമായി എടുക്കാതിരിക്കുക. അങ്ങനെയുള്ളവർ സ്വയം നന്നാകാനുള്ള സമയമോ അറിവോ ഇല്ലാത്തവരാണ്. ഇത്തരക്കാരിൽ നിന്ന് വിമർശനങ്ങളോ സംശയങ്ങളോ ഏറ്റുവാങ്ങേണ്ടി വരും. നിങ്ങളെ ആത്മാർത്ഥമായി പിന്തുണക്കുന്നവരെ അന്വേഷിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പഠനം തുടരുക. നിങ്ങളുടെ യാത്ര അതുല്യമാണ്. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ വിജയം നിർണ്ണയിക്കാൻ കഴിയൂ. തന്റെ ആത്മാർത്ഥ സുഹൃത്ത് തന്നെയാണ് ഈ അടിക്കുറിപ്പ് എഴുതി വെച്ചതെന്ന് അവന് ബോധ്യമായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. സുഹൃത്തിന്റെ വാക്കുകൾ അവന് വളരെയേറെ പ്രയോജനപ്പെട്ടു. പിന്നീട് അവൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വലിയ ചിത്രകാരനായി മാറി. കൂടുതൽ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.